ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഡിസ്പ്ലേ വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു കൊച്ചു എക്സ്പെരിമെൻ്റ് ആണ്. എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, നമ്മൾ ചോക്ക് വെച്ചിട്ട് ഒരു ലാമ്പാണ് തയ്യാറാക്കാൻ പോകുന്നത്. നമ്മുടെ വീട്ടിൽ മണ്ണെണ്ണ വിളക്ക് ഉപയോഗിക്കില്ലേ, അതേപോലെ തന്നെ ഒരു ലാമ്പാണ്. എന്നാൽ നമുക്ക് വീട്ടിലേക്ക് എടുക്കാം. ആദ്യമായിട്ട് നമുക്ക് ലാമ്പ് കത്താൻ വേണ്ടിയിട്ട് മണ്ണെണ്ണ ആവശ്യമാണ്. പിന്നെ ഇത് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രം ഉപയോഗിക്കാൻ പാടില്ല, ചില്ലിൻ്റെ തന്നെ വേണം. എന്നാലാണ് നമ്മൾ പരീക്ഷണം റെഡിയാവുള്ളൂ. പിന്നെ നമുക്ക് ചോക്ക് പീസ്, പിന്നെ അടുത്തായിട്ട് ലൈറ്റർ, പിന്നെ നമുക്കിതിൽ ചോക്ക് വെച്ചിട്ട് ഇങ്ങനെ മണ്ണെണ്ണയിൽ മുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ദ്വാരം ഇട്ടൊരു മൂടിയാണ്. നമുക്ക് പാത്രത്തിലേക്ക് മണ്ണെണ്ണ ഒഴിച്ച് വയ്ക്കാം. ചോക്ക് മുങ്ങുന്ന രീതിയിൽ വായുഭാഗം വരെ നിറച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് മൂടിയിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്താലേ നമുക്ക് മണ്ണെണ്ണ മുകളിലേക്ക് കയറി വരുള്ളൂ. ഇപ്പം നമ്മൾ മുക്കി വെച്ചിട്ട് 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ മുക്കിയ ശേഷം നോക്കിയാൽ ഈ മണ്ണെണ്ണയിൽ നനവ് മുകളിലേക്ക് കയറി വരുന്നത് കാണാൻ പറ്റും. നമ്മളിപ്പോൾ വീഡിയോയിൽ കാണിച്ചാലും ഫോണിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല, നമ്മൾ നേരിട്ട് കണ്ടാൽ തന്നെ അറിയുള്ളൂ. ഇപ്പോൾ മുകളിൽ വരെ നനവ് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ലൈറ്റർ വെച്ചൊന്ന് കത്തിച്ച് നോക്കാം. ഇപ്പം നമ്മൾ ചോക്ക് കത്തിയിട്ടുണ്ട്. നമുക്ക് ഈ ചോക്ക് കൂടുതൽ നേരം കത്തിക്കാൻ പറ്റില്ല, കാരണം ഇവിടെ മൂടി പ്ലാസ്റ്റിക്കാണ്, അതുകൊണ്ട് ഉരുകിപ്പോവും. അതുകൊണ്ട് കെട്ടിയിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ ചെയ്ത് നോക്കാം. ഇപ്പം നമ്മുടെ പരീക്ഷണം വിജയിച്ചിട്ടുണ്ട്. ഇതിന് കാരണം നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാപ്പിലറി റൈസാണ്. അപ്പോൾ ഈ ചോക്കിൻ്റെ ഉള്ളിലുള്ള ചെറിയ ചെറിയ ഓട്ടയിൽ കൂടെ നമ്മുടെ മണ്ണെണ്ണ മുകളിലേക്ക് റൈസ് ചെയ്ത് വരുന്നതുകൊണ്ടാണ് ഇവിടെ നമ്മുടെ ചോക്ക് കത്താൻ കാരണം. അപ്പോൾ നിങ്ങളും വീട്ടിൽ ചെയ്ത് നോക്കൂ.